UPI ഇടപാടിൽ വെട്ടിലായിരിക്കുകയാണ് കർണാടകയിലെ വ്യാപാരികൾ. UPI വഴി പണമിടപാട് നടത്തിയ 13,000-ഓളം ചെറുകിട വ്യാപാരികൾക്ക് കഴിഞ്ഞ ദിവസം സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടി. ഉടൻ GST രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം. ഇതോടെ ഇനി ജിപേയും ഫോൺപേയും ഒന്നും ഇല്ലെന്നും രൊക്കം കാശ് വാങ്ങിയുള്ള കച്ചവടമേ ഉള്ളൂ എന്നും തീരുമാനിച്ചിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ വ്യാപാരികളും. ഡിജിറ്റൽ ഇടപാടുകൾ നിർത്തി എന്ന ബോർഡും കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ പ്രതിസന്ധി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചേക്കുമെന്നാണ് വ്യാപാരികൾ ഭയക്കുന്നത്. വിൽക്കുന്ന സാധനങ്ങളുടെ വില രൊക്കം പണമായി മതി എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ മതിയാക്കിയെന്ന് സ്ഥാപനങ്ങളിൽ അറിയിപ്പും വന്നു. UPI ഇടപാടുകളിൽ കർണാടക രാജ്യത്ത് 2ാം സ്ഥാനത്താണെന്ന് ഓർക്കണം. വിൽപ്പന 3-1 കുറഞ്ഞു. പണം കരുതാത്ത ഉപഭോക്താക്കളും ഇപ്പോൾ വലയുകയാണ്. രാജ്യത്തെ ഡിജിറ്റൽ മുന്നേറ്റത്തിന് നിലവിലെ പ്രവണത തിരിച്ചടിയാണ് എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. ചെറുകിട വ്യാപാരികൾ ഡിജിറ്റൽ പണമിടപാടിനെ ഭയപ്പെടും. വ്യാപാരത്തെയും നികുതിയെയും ഗണ്യമായി ബാധിക്കും. താഴെത്തട്ടിലുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ട്. ശേഖരിച്ചത് 2021-22 മുതൽ 2024-25 വരെയുള്ള ഇടപാടിൻ്റെ വിവരങ്ങളാണ്. കണ്ടെത്തിയത് വിറ്റുവരവ് പരിധി 40 ലക്ഷം രൂപ കടന്ന 14,000 വ്യാപാരികളെയാണ്. 40 ലക്ഷം വിറ്റുവരവ് പരിധി കടന്നവർ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. തേടിയത് വിശദീകരണം മാത്രമാണ്. നികുതി അടയ്ക്കാൻ തൽക്കാലം നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. പക്ഷേ വ്യാപാരികൾ കടുപ്പിക്കുകയാണ്. ഈ മാസം 16-ന് സൂചനാ സമരം നടത്തുകയാണ് വ്യാപാരികൾ. 23-24 തീയതികളിൽ പാൽ ഉൽപ്പന്ന വിതരണം നിർത്തിവെക്കും. 25-ന് കർണാടകത്തിൽ ബന്ദിനും വ്യാപാരികളുടെ ആഹ്വാനമുണ്ട്. സർക്കാർ പിന്മാറിയില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്നുമുള്ള മുന്നറിയിപ്പുണ്ട്. കറൻസി രഹിതമാക്കാൻ UPI അവതരിപ്പിച്ചത് 1ാം മോദി സർക്കാരാണ്. ലക്ഷ്യമിട്ടത് കള്ളപ്പണ കൈമാറ്റവും നികുതി വെട്ടിപ്പും തടയുക എന്നതാണ്. കഴിഞ്ഞ മാസം രാജ്യമാകെ നടന്നത് 1839.5 കോടി UPI ഇടപാടുകളാണ്. ഒറ്റ മാസത്തിൽ UPI വഴി കൈമാറിയത് 24 ലക്ഷം കോടി രൂപയാണ് എന്നതും ഓർക്കണം. ചെറുകിട കച്ചവടക്കാർക്കെതിരായ നീക്കത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് വിമർശനം ഉയർന്നിട്ടുണ്ട്. വരുന്ന സാമ്പത്തിക വർഷം കർണാടക സർക്കാർ ലക്ഷ്യമിടുന്നത് 1.2 ലക്ഷം കോടി രൂപയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സിദ്ധരാമയ്യ സർക്കാർ കണ്ടെത്തേണ്ടത് 50,000 കോടി രൂപയാണ്. പണം കണ്ടെത്താൻ സർക്കാർ ചെറുകിട കച്ചവടക്കാരെ പിഴിയുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പക്ഷേ സനീഷ്, ഇതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിദ്ധരാമയ്യയുടെ തന്ത്രം മാത്രമാണ് എന്നൊരൊറ്റയടിക്ക് വിലയിരുത്താനും കഴിയില്ല. മറ്റത് നടപ്പായിട്ടില്ല, വരുന്നു എന്നുള്ള വാർത്തകളാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ ഡിജിറ്റൽ പണമിടപാടുകൾ ആകപ്പാടെ സ്തംഭിച്ചു പോകും, അതങ്ങ് നിന്നു പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കേണ്ട സാഹചര്യമില്ലല്ലോ. ഇതിപ്പം നമ്മൾ മുൻകാലത്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെ കുറച്ച് കാലം മുമ്പ് എല്ലാത്തിനും പണം കൊടുത്തിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ സാധനം വാങ്ങിച്ചിരുന്നത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു പഴഞ്ചൻ കാലത്ത് എന്ന തോന്നലാണല്ലോ ഉണ്ടാവുക, അല്ലേ? വളരെ ചുരുക്കം കാലമായിട്ടേ ഉള്ളൂ നമ്മൾ UPI ഇടപാട് വഴി പണം കൈമാറി തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ അതെപ്പോഴും ശീലമാണ്. അതായത് ചെറിയ തുക, ഒരു 10 രൂപയ്ക്ക് ചായ കുടിച്ചാൽ നമ്മൾ UPI ആണ് ചെയ്യുന്നതെങ്കിൽ വലിയ തുക കൊടുക്കാനുണ്ടെങ്കിലും ഇപ്പോൾ അതുവഴിയാണ് ആളുകൾ, അതായത് പണം കൈകൊണ്ട് തൊടാതെ ഓരോ ദിവസവും കടന്നു പോകണം. പണ്ട് അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. പണം ചില്ലറ പൈസ ആയിട്ടാണെങ്കിലും കറൻസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന നാണയങ്ങളായിട്ടാണെങ്കിലും നമ്മൾ പണമായിരുന്നു കൈമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വല്ലാതെ മാറി. ഇപ്പോൾ കർണാടകയിൽ ഈ നടക്കുന്നത് എന്തെങ്കിലും ഒരു ഭാവിയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന, ആളുകളെല്ലാം പഴയ കറൻസി അല്ലെങ്കിൽ പൈസ കൈമാറിയിട്ടുള്ള ഈ ഇടപാടുകളിലേക്ക് തിരിച്ചു പോകും എന്നൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. ഇതിപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ചെറുകിട കച്ചവടക്കാരെയും മറ്റും ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. അത് അവരെ ഉപദ്രവിക്കാനായിട്ട് ചെയ്യുകയാണ് എന്ന തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ കൂടുതൽ പണം സമാഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം ആ നിലക്ക് നടക്കുന്നുണ്ടാണ്. ഇവിടെ തന്നെ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് കഴിഞ്ഞവണ എനിക്ക് 2 ഓട്ടോ ഡ്രൈവർമാർ UPI വഴി GPay വഴി പണം വാങ്ങാൻ തയ്യാറായില്ല. അവർ പണം തന്നെ, പൈസ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനൊരു ആൾ പറഞ്ഞു അദ്ദേഹത്തിന് അതിനോട് യോജിപ്പില്ല, അദ്ദേഹം അത് അങ്ങനെ വാങ്ങാറില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഓടുന്ന ആളാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് കണക്കാക്കിയിട്ട് ഇപ്പോഴും ഇതുവഴി പണം സ്വീകരിക്കാത്ത കച്ചവടക്കാരും ഇതുപോലുള്ള സേവനം നൽകുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും അങ്ങോട്ട് അതിനോട് ഓക്കെ ആയിട്ടില്ല. പക്ഷേ എന്നാലും പതുക്കെ ആളുകൾ ഈ വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഈ പണം ഇങ്ങനെ തന്നെയായി തുടങ്ങും. നമ്മൾ പണം കൈകൊണ്ട് തൊടാത്ത കാലം തന്നെയാണ് വരാനിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം പക്ഷേ കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കച്ചവടക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്, അതായത് അവർക്ക് ലാഭമല്ല ഉണ്ടാകുന്നത്, അവർക്കിതുകൊണ്ടുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ചില സമയങ്ങളിൽ സാങ്കേതിക തടസ്സം പോലുള്ള ഉണ്ടായ കുഴപ്പമുണ്ട്, മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അതേസമയം
അതിൻ്റെ നഷ്ടവും കൂടെ നേരിടേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഇതൊരു സമരമായിട്ടൊക്കെ ഇതിപ്പോൾ അവിടെ ഒരു സമരം പോലെയാണ് നടക്കുന്നത്. അതുപോലെ സമരമായിട്ടൊക്കെ മാറാനുള്ള സാധ്യത കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ട്. പക്ഷേ എന്നേക്കുമായിട്ട് ഈ വഴി അടയുകയാണ് എന്ന് വിചാരിക്കാൻ കാരണങ്ങളില്ല. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ സാധാരണ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ സൈഡിൽ മാമ്പഴം വിൽക്കുന്നവരുടെ അടുത്തുനിന്ന് മാങ്ങയോ അല്ലെങ്കിൽ കൈതച്ചക്കയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തിയിട്ട് UPI തന്നെയാണ് കൊടുക്കുന്നത്. റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെല്ലാം അങ്ങനെ തന്നെയാണത്. അതായത് QR കോഡ് സ്കാൻ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം നമ്മൾ പേ ചെയ്യുന്നതല്ലോ. പക്ഷേ അതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് വളരെ സാർവത്രികമായതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആളുകൾക്ക് ചെറുകിട കച്ചവടക്കാർ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ സമ്പാദ്യശീലം എന്നത് ബാങ്കിലേക്ക് ഈ പണം എത്തിയാൽ അവിടെ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിൽക്കില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഇതിനകത്ത് കൗതുകകരമായ കാര്യം, വികസിത രാജ്യങ്ങളിലൊന്നും ഇതിങ്ങനെയല്ല. അവരിപ്പോഴും പലപ്പോഴും, അതായത് ഇറ്റലിയിലായിക്കോട്ടെ, ഈ ജർമ്മനിയിലായിക്കോട്ടെ, ജപ്പാനിലായിക്കോട്ടെ, ഈവൻ US-ലായിക്കോട്ടെ, ഒക്കെ കൂടുതൽ ഈ ചെറുകിട കച്ചവടക്കാർ ഈ രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ അവർ തയ്യാറല്ല. അവർ അവിടെ ഈ പണം ഉപയോഗിച്ച് തന്നെയാണ് കൈമാറ്റത്തിന് അവർ ഒരു സാധ്യത കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് അവർ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക എന്നത്. കോടികൾ വെട്ടിക്കുന്ന വൻകിട വ്യാപാരികളെയും നികുതി വെട്ടിപ്പ് നടത്തി വിദേശത്ത് ഒളിവിൽ താമസിക്കുന്ന വിജയ് മല്യയെയും ഒന്നുമല്ല കർണാടക വാണിജ്യ നികുതി വകുപ്പ് നോട്ടമിടുന്നത്. വയറ്റിപ്പിഴപ്പിൻ്റെ തെരുവ് തോറും ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവരും ചെറുകിട കച്ചവടക്കാരുമാണ് ലക്ഷ്യം. ആർക്ക് വേണ്ടിയാണ് ഈ നാടകമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. നികുതി വെട്ടിപ്പ് തടഞ്ഞ് ഖജനാവ് നിറയ്ക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ വമ്പന്മാരെ വേണം മുന്നവിടാൻ. കർണാടക സർക്കാരിൻ്റെ മാതൃക തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, UP എന്നിവിടങ്ങളിലും പിന്തുടർന്നേക്കുമെന്നൊക്കെയാണ് സൂചന. ആസൂത്രിത നീക്കത്തെ കച്ചവടക്കാർ ചെറുത്താൽ രാജ്യത്തെ ചെറുകിട വ്യാപാര മേഖല ആകെ തന്നെ സ്തംഭിക്കാനും ഇടയുണ്ട്.